ഹലോ ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അറബിക്കിന് നമുക്ക് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾക്കും ഇപ്പോഴും അത് എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മോട് ചോദിക്കും, ഇത് നിങ്ങൾ തയ്യാറാക്കുക, തഹ്നിആത്ത് എന്ന് ചോദിക്കും. ഈ തഹ്നിആത്ത് എന്നുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് നോട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം ഗ്രീറ്റിങ്സ് എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ ഗ്രീറ്റിംഗ് കാർഡുകൾ ഉണ്ടാക്കൂലേ, ആശംസാ കാർഡുകൾ, അതാണ് തഹ്നിആത്ത്. അറിയാത്തൊരു നോട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇത് ഉണ്ടാക്കൽ വളരെ സുഖമാണ്. നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ഇത് ചോദിക്കാം കേട്ടോ, വളരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, തഹ്നിആത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ മനോഹരമായൊരു ബോക്സ് വരക്കണം. ഓക്കെ, ഗ്രീറ്റിംഗ് കാർഡാണ്. ഇതിന് പ്രത്യേകത നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡിസൈനിങ് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇതിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ ഒരു സെൻറ്റൻസോ 2 സെൻറ്റൻസോ അത്ര മതിയാവും. എത്ര കൊടുക്കണം എന്നുള്ളൊരു പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, നമ്മളെ തീരുമാനിക്കണം. ഇനി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. യൗമു സിഫാഫ് എന്ന് പറഞ്ഞാൽ മാരേജ് ഡേ, വിവാഹ ദിവസം. ഈദുൽ ഫിത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ. ആമുൻ ജദീദിൻ, ന്യൂ ഇയർ. അപ്പോൾ ഇത് 3 ആണെങ്കിലും ഈ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതെടുത്തിട്ട്, ഇപ്പോൾ ആമുൻ ജദീദാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അത് ഇവിടെ വലുതാക്കിയിട്ട് എഴുതുക. ഓക്കെ, അത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഭംഗിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആമുൻ ജദീദ് എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇനി ഇവിടെ നിങ്ങൾ ഡിസൈന് കൊടുത്താൽ തന്നെ അത് കംപ്ലീറ്റഡ് ആണ്. ഇതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം അത് 3 കൂടി 3 മാർക്കിന് 1 1 മാർക്കായിരിക്കും. അപ്പോൾ അത് ഇത്ര മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. എന്താണ്, ഇവിടെ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയറിന് അറബിയിൽ പറയുന്ന പേരെന്താണ്, ഹാപ്പി ന്യൂ ഇയറിന് അറബിയിൽ പറയൽ കുല്ലു ആമിൻ, കുല്ലു ആമിൻ അൻതും അൻതും ബിഖൈർ എന്ന് പറയാം. ഓക്കെ, കുല്ലു ആമിൻ അൻതും ബിഖൈർ എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ എന്നാണ് അറബിയിൽ അർത്ഥം. ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര 2 എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ കൊടുത്ത ടോപ്പിക്ക് ഓരോ ബോക്സ് വരക്കുക, ഈ ടോപ്പിക്ക് എടുത്ത് എഴുതുക, അടുത്ത ബോക്സ് വരക്കുക, ഈ ടോപ്പിക്ക് എടുത്ത് നടുവിൽ എഴുതുക, അടുത്ത ബോക്സ് വരക്കുക, ഇതേപോലെ വരക്കുക, ഇതെടുത്ത് എഴുതുക. അങ്ങനെയാണ് ഗ്രീറ്റിംഗ് അറബിയിൽ ഉണ്ടാക്കേണ്ടത്. അറിയുമെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഓരോന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്താ പറയുക, ഇപ്പോൾ എക്സാം കോമൺ ആയിട്ട് എല്ലാത്തിലും കൊടുക്കാൻ പറ്റുന്ന വേറെ ഒരു വാക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് അറിയാം, എല്ലാത്തിലും കൊടുക്കാം. ഉഹന്നി ഉക്ക, ഉഹനി ഉക്ക, ഞാൻ നിനക്ക് നേരുന്നു. അയ്യാമൻ, അയ്യാമൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. അയ്യാമൻ മസ്റൂറൻ. കുല്ലു ഉഹന്നിയുക്ക അയ്യാമൻ മസ്റൂർ, ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഏത് ദിവസത്തിൽ നമുക്ക് നിനക്ക് നല്ല ദിവസങ്ങൾ നേരുന്നു, അല്ല നല്ല ദിവസം നേരുന്നു ഉണ്ടോ. ഓക്കെ, സന്തോഷം നിറഞ്ഞ ദിവസം നേരുന്നു എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടിയിലും കൊടുക്കാം, ഇതിൻ്റെ അടിയിലും കൊടുക്കാം, ഇതിൻ്റെ അടിയിലും കൊടുക്കാം. അപ്പോൾ ഈ ഹെഡിങ് എടുത്ത് എഴുതുന്നു, അടിയിൽ എന്തെങ്കിലും എഴുതും, ഒന്നും അറിയാത്തൊരു ഇത് എഴുതി വെക്കാം. ഓക്കെ, എന്നിട്ട് വൃത്തിയിൽ ബോക്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്തായി, ഗ്രീറ്റിംഗ് ആയി. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ഇത് മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, അത് മിസ്സായി നമുക്ക് 100 കിട്ടുന്നിടത്ത് ഇപ്പോൾ 97 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 100ൽ 100 തന്നെ കിട്ടാൻ അത് ഉപകരിക്കും. ഓക്കെ, അത് അടിപൊളിയിൽ എഴുതാം. അസ്സലാമു അലൈക്കും.